ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിൻജാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, എനിക്കും ഫാമിലിക്കും സുഖം തന്നെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൂന റൈസിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 2 ടിൻ തൂനയാണ് എടുത്തത്. പിന്നെ അതിന് വേണ്ടത് സവാളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളിയുമാണ്. അതെല്ലാം ക്ലീനാക്കി സവാളയും തക്കാളിയും കട്ട് ചെയ്തെടുക്കുകയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചെടുക്കുകയും ചെയ്തു. സ്റ്റവ് ഓണാക്കി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായി ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണയൊഴിച്ചു. സവാളയും അതിലേക്ക് ഇട്ടു. സവാള ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും ഇട്ടു. അതിനുശേഷം തക്കാളിയും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ചേർത്ത് കൊടുത്തത് മസാലപ്പൊടികളാണ്. മസാലയായി ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, നാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയും കടയിൽ നിന്ന് വാങ്ങിയ ഗരം മസാലയും ഒരു മാഗി ക്യൂബുമാണ്. അതെല്ലാം ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം തൂന അതിലേക്ക് ചേർത്ത് കൊടുത്തു. ടിൻ പൊട്ടിച്ചെടുത്തു. അതിൻ്റെ ഓയിൽ കുറച്ച് കളഞ്ഞിട്ടാണ് മസാലയിലേക്ക് തൂന ഇട്ട് കൊടുത്തത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. എല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കമോ വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, പിന്നെ മസാല കൂടുതലൊന്നും വേണ്ടല്ലോ, അതുകൊണ്ട് അതൊന്നും പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുക്കുക. 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അടുത്തതായി നമുക്ക് റൈസ് ഉണ്ടാക്കാം. സ്റ്റവ് ഓണാക്കി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് റൈസിന് ആവശ്യമായ വെള്ളം വെക്കുക. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് സ്പൈസസും ഉള്ളിയുമാണ്. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. പുഴുങ്ങലരി കൊണ്ടാണ് ഉണ്ടാക്കുക. ഞാൻ കുത്തരി കൊണ്ടാണ് ഉണ്ടാക്കിയത്. നല്ല കുത്തരിയുണ്ട്, കുത്തരി കൊണ്ടാണ് ഉണ്ടാക്കിയത്. വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് അരി വാഷ് ചെയ്തെടുക്കാം. അങ്ങനെ അരി വാഷ് ചെയ്തെടുത്തു. അരി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ചോറ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. ചോറ് വെന്ത് വന്നതിന് ശേഷം പകുതി ചോറ് പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് ദമ്മിട്ടെടുക്കുകയാണ് ചെയ്തത്. ചോറ് മാറ്റി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയുണ്ടല്ലോ, തൂന മസാല, അതും നാം മാറ്റി വെച്ച പകുതി ചോറും അതിലേക്ക് ഇട്ട് കൊടുത്തു. ചോറിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും നാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഗരം മസാലയുണ്ടല്ലോ, അതും കുറച്ച് വിതറിക്കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ തൂന റൈസ് റെഡിയായി. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു. ഇതിന് കറികളൊന്നും തന്നെ വേണ്ട, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. നിങ്ങൾ കുത്തരി കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം, എന്നാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു. മോനും വൈഫും ഡ്യൂട്ടിക്ക് പോയി. ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ ഫുൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.